أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത് നമ്പർ 117-118. അർത്ഥം: അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ബലഹീനതകളിൽ നിന്നൊക്കെ അവൻ എത്രയും പരിശുദ്ധൻ. മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാകുന്നു. സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനത്രേ അവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നു മാത്രം അവൻ പറയുന്നു. അപ്പോൾ അതുണ്ടാകാൻ തുടങ്ങുന്നു. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ദർസിൽ പരാമർശിച്ചതിൻ്റെ ബാക്കി ഭാഗത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത് ലഹു മാഫിസ് സമാവാതി വൽ അർള് എന്നുള്ളതാണ്. ഒരു രാജാവിന് തൻ്റെ പുത്രനെ ചില സമയത്ത് ഒരു നല്ല സഹായി എന്നോളം ആവശ്യം വരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണരാജ്യം വലുതാക്കുന്നതിനു വേണ്ടി. എന്നാൽ അള്ളാഹുവിന് ഒരു സഹായിയുടെയും ആവശ്യമില്ല. കാരണം ഒരു സഹായിയുടെ ആവശ്യം വരുന്നത് ഏതെങ്കിലും ഒരു വസ്തു തൻ്റെ സ്വയം പ്രയത്നത്തിലൂടെ മാത്രം ലഭിക്കില്ല എന്ന് വരുമ്പോഴാണ്. എന്നാൽ എല്ലാ വസ്തുക്കളും ദൈവത്തിൻ്റെ പിടിയിലാണ് ഉള്ളത്. ഒരു സഹായിയുടെ ആവശ്യം, മകൻ്റെ ആവശ്യം വരുന്നത് എപ്പോഴാണോ പുതിയ പുതിയ വിജയങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുതിയ രാജ്യങ്ങൾ ഭരിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ മാത്രമാണ്. എന്നാൽ എല്ലാ വസ്തുക്കളും അവൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കെ അവന് എന്തിന് ഒരു മകൻ്റെ ആവശ്യം വരുന്നു? ചില സമയങ്ങളിൽ രാജാവിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് രാജ്യദ്രോഹികൾ ഉണ്ടാവുമ്പോൾ, അതുപോലെ തന്നെ രാജ്യഭരണത്തിൽ ചില ഭാഗങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യം വരുമ്പോൾ, അപ്പോൾ ഒരു വിശ്വസ്തനായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സഹായിയുടെ പ്രവർത്തനം ആവശ്യം വരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഭരണത്തിൽ നിന്ന് ആരും തന്നെ പുറത്തല്ല. കുല്ലുൻ ലഹു ഖാനിതൂൻ, എല്ലാം തന്നെ അവനെ അനുസരിക്കുന്നവരും അവനെ പിൻപറ്റുന്നവരും കൂടിയാണ്. ഈ അവസ്ഥയിൽ ഈ ഒരു വിശ്വാസം തന്നെ വെക്കുന്നത്, അതായത് അവന് ദൈവത്തിന് ഒരു മകൻ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ എങ്ങനെ ശരിയാകും? ചിലപ്പോൾ ഇങ്ങനെയുമാകാം. ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, അതായത് ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് ഒരുപാട് വലുതാണ്, അതുകൊണ്ട് അവനൊരു പുത്രൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള മറുപടി അള്ളാഹു പറയുന്നു, ബദിഉസ് സമാവാതി വൽ അർള്, അതിനെ ആകാശഭൂമികളെ സ്വയം സൃഷ്ടിച്ചവനാണ് അവന് അള്ളാഹു. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ യാതൊരു പ്രയാസവും അള്ളാഹുവിന് നേരിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മകൻ്റെ പുത്രൻ്റെ ആവശ്യം വരുന്നത്? ഇതിൽ അത്തരം, അതായത് ദൈവത്തിന് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഹസ്രത്ത് മസീഹിൻ്റെ ആവശ്യം വന്നു, അല്ലെങ്കിൽ ഹസ്രത്ത് മസീഹും ആകാശഭൂമിയിൽ ദൈവത്തിൻ്റെ കൂടെ സൃഷ്ടിപ്പിൽ പങ്കുവഹിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്, നിങ്ങളുടെ ഈ ധാരണ തീർത്തും തെറ്റാണ്. അവന് ദൈവത്തിന് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ പോലും ഒരു സഹായിയുടെയും ആവശ്യം വന്നിട്ടില്ല. അതുപോലെ ആ ക്രിസ്ത്യാനികൾ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഹസ്രത്ത് മസീഹിനെ ദൈവത്തിൻ്റെ പങ്കുകാരനാക്കുമ്പോൾ അവരോട് ചോദിക്കാം,
മകന് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ എന്തു പങ്കാണ് വഹിച്ചിട്ടുള്ളത്? അഥവാ അവർ പറയുകയാണെങ്കിൽ ഒന്നും ഇല്ല എന്നാണെങ്കിൽ പിന്നെ പുത്രൻ എന്ന അസ്തിത്വത്തിൻ്റെ ആവശ്യം തന്നെ എന്താണ് എന്നുള്ളതാണ്. അഥവാ അവർ പറയുകയാണെങ്കിൽ ഭൂമിയുടെ സൃഷ്ടിപ്പ് അത് ഹസ്രത്ത് മസീഹാണ് നിർവഹിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പിതാവായ ദൈവം സ്വയം അത് സൃഷ്ടിക്കാൻ പ്രാപ്തനല്ലേ? അല്ലെങ്കിൽ അത് സൃഷ്ടിക്കാൻ ആ ദൈവത്തിന് സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ അപ്പോൾ പിതാവായ ദൈവത്തിന് കുറവുകളുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അഥവാ അവരുടെ ദൈവം പരിപൂർണനാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം സ്വയം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നുകൂടി സമ്മതിക്കേണ്ടി വരും. അഥവാ സ്വയം തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിരിക്കവേ ഹസ്രത്ത് മസീഹിന് ഒരു പങ്കും വഹിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി സമ്മതിക്കേണ്ടി വരും. ഹുസൂർ തുടർന്ന് പറയുന്നു, മറ്റൊരു കാര്യം അവരോട് ചോദിക്കേണ്ടത് റൂഹുൽ ഖുദുസിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് അത് സ്വയം സൃഷ്ടിക്കാൻ അതും സൃഷ്ടിപ്പിൽ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് രണ്ട് മറുപടി ഉണ്ടാകാം. അഥവാ ഇല്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ പിന്നെ റൂഹുൽ ഖുദുസ് പരിശുദ്ധാത്മാവ് കുറവുള്ളവനാണെന്ന് സമ്മതിക്കേണ്ടി വരും. അഥവാ ആ സൃഷ്ടിപ്പിൽ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിതാവായ ദൈവത്തിന് കുറവുണ്ട് എന്ന് പറയേണ്ടി വരും. അവസാനം ചുരുക്കി പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിലോരോന്നും സ്വയം തന്നെ ഭൂമിയെ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളവരായിരുന്നുവെങ്കിൽ, സാധിക്കുന്നവരായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഒരുമിച്ച് ഇത് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉദാഹരണം, ഒരു വ്യക്തി സ്വയം എടുക്കാൻ കഴിയുന്ന പെൻസിൽ മറ്റൊരു സഹായിയുടെയും ആവശ്യമില്ലാതെ എടുക്കാൻ കഴിയുന്ന ഒരു പെൻസിൽ, ഇതിന് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി ആ പെൻസിൽ എടുക്കാമെന്ന് പറയുന്നത് ആ വ്യക്തി വിഡ്ഢിയാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ്. അദ്ദേഹത്തെ വിഡ്ഢി എന്ന് വിളിക്കേണ്ടി വരും. അതുപോലെ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിന് പരിപൂർണമായി കഴിവുള്ള ദൈവത്തെ ഹസ്രത്ത് മസീഹും ആ സൃഷ്ടിപ്പിൽ ഭാഗവാക്ക് അല്ലെങ്കിൽ പങ്കുവഹിച്ചു എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ ദൈവത്തെ ഇവിടെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിന് ഇതെല്ലാം തന്നെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ ഈയൊരു നിയമം വെച്ച്, അവരുടെ ഈയൊരു വിശ്വാസവും വെച്ച് പ്രവർത്തിച്ചാൽ, അവർ ഒരു തവണ എന്നോട് ഡൽഹൗസിയിൽ വെച്ച് ഒരു സിയാൽകോട്ടിലെ ഒരു പാതിരി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പരാജയപ്പെട്ടതുപോലെ ഇവരും പരാജയപ്പെടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി